ലച്ചു, ഇനിയെങ്കിലും നിന്റെ ഫ്രണ്ടിനോട് ആ കണ്ണൊന്ന് തുറക്കാൻ പറ. സ്ഥലം എത്തി അതോ ഇതിനകത്ത് തന്നെ ഇരിക്കാനാണോ പ്ലാൻ? എത്തിയോ? ഭാഗ്യം, ജീവനുണ്ട്. എന്തോ പോക്ക എങ്ങനെ പോകുന്നേ. അയ്യോ, നീ ഇറങ്ങുന്നൊന്നുമില്ലേ? നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുവാ? അത് പിന്നെ ലച്ചു, ഇന്നും 15 മിനിറ്റിൽ എത്തുന്ന ആളല്ലേ, ഇന്ന് 10 മിനിറ്റിൽ എങ്ങനെ എത്തിയെന്നായിരിക്കും ചിന്ത. ഇയാളെ ഇന്ന് ഞാൻ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുവന്ന കണക്കിന് കൊണ്ടുവന്ന് വിട്ടതും പോരാ, അഹങ്കാരം. അതെ പ്രൊഫസറെ, പറയുന്ന കൊണ്ടൊന്നും വിചാരിക്കരുത്. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ഓക്കെ, കൂടെ ആരെങ്കിലും ഒക്കെ ഉള്ളപ്പം ഇങ്ങനെ ഡ്രൈവ് ചെയ്യരുത്. കാരണം അവരുടെ സേഫ്റ്റിയും കൂടെ ഒന്ന് നോക്കണം. ഓരോ വളവ് തിരിയുമ്പോൾ ഏത് വളവിച്ച് നീരിക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ. അല്ലാതെ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കിൽസ് കണ്ട് മതിമറന്നിരിക്കുവല്ലായിരുന്നു. മാറങ്ങോട്ട്, ഞാൻ പോവാ. പാവം, ശരിക്കും പേടിച്ചുള്ള പോക്ക. ഞാൻ അപ്പോഴേ പറഞ്ഞ പതുക്കെ പോന്ന്. ഏട്ടനിപ്പൊ സമാധാനമായല്ലോ? അത്ര ഭാവമൊന്നും അല്ല, ഇപ്പൊ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അല്ലാതെ ഇപ്പൊ കോളേജിൽ വെച്ച് പഞ്ചപുച്ച അടക്കി നിക്കുന്നവളാ. കണ്ടില്ലേ പെണ്ണിന്റെ അഹങ്കാരം? അപ്പൊ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല, കുറച്ച് സ്പീഡല്ലേ. നല്ലതാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അവളായ കൊണ്ട് അത്രേ പറഞ്ഞോളൂ. മമ്മി വല്ല ആയിരിക്കണം തലമണ്ട അടിച്ച് പൊട്ടിച്ചേനെ. നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നു? എന്താടി നിന്റെ മുഖം ഒരുമാതിരി കടന്നല് കുത്തിയ പോലെ ഇരിക്കുന്നേ? വരുന്നുണ്ട് കോഴിക്കുഞ്ഞ് വിവരം അന്വേഷിക്കാൻ. കടന്നലല്ല, ഒരു ആനയാ കുത്തിയത്. എന്താ അറിഞ്ഞിട്ട്? നീ പൊളച്ചേട്ടാ, ഇറങ്ങിക്കോളൂ. അത് ശരി, ഇവളോട് ചോദിക്കാൻ വന്ന എന്നെ വേണം പറയാൻ. ആദി, തനിക്കുന്നൊരു ബുദ്ധിമുട്ടായോ? ഞാൻ വന്നേനവായിരുന്നു. അപ്പോഴാ ലൈവ് വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ ഒരുമിച്ച് വന്നോളാമെന്ന്. അതുകൊണ്ടാ. ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഇങ്ങനെ ചോദിക്കുന്നതാ ബുദ്ധിമുട്ട്. എങ്കിലാ ചോദ്യം തിരിച്ചെടുത്തിരിക്കുന്നു. എന്തായാലും ആദ്യമായിട്ട് ഈ വഴിക്ക് ഇറങ്ങിയതല്ലേ, വിരോധമില്ലെങ്കിൽ ഒരു ചായയാകാം അല്ലേ ആദി സാറേ? പിന്നെന്താ, ചായ മാത്രമാക്കണ്ട, വിമലാന്റിയുടെ സ്പെഷ്യൽ പരിപ്പുവടയും കൂടെ ആകാം. അപ്പൊ കളറാവൂലോ. സാറ് വെക്കോ, ഞങ്ങള് പുറകെ ഉണ്ട്. എന്നാ വണ്ടി തിരിച്ചിട്ടിട്ട് കേറി വാ. ഇവളിത് എന്തു ഭാവിച്ച? നീ സമയം എത്രയായെന്നോർത്താ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, മമ്മിയെ ബോധിപ്പിച്ചാ മതി നീ. ഓ തൊട്ടങ്ങി, അതൊക്കെ ഞാൻ ബോധിപ്പിച്ചോളാം. ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി ഒന്നും പറയത്തില്ല. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇവിടെ വരാറുള്ളതാ. അതുകൊണ്ട് ഏട്ടനത് ഓർത്ത് തല പോയിക്കണ്ട. ഏട്ടനറിയോ, മീര നന്നായിട്ട് ചായ ഇടും. ഏട്ടൻ ഇതുവരെ കുടിച്ചിട്ടില്ലല്ലോ? വേണമെങ്കിൽ വാ, ഞാൻ പോവാ. ബെസ്റ്റ്. ആരായി പറയുന്നേ? കാടിവെള്ളത്തിനകത്ത് ചായപ്പൊടി ഇട്ട് കൊടുത്താലും അത് ചായയാന്ന് വിചാരിച്ച് കുടിക്കുന്നവളാ ഇവള്. ഇവളെ പറ്റിക്കാൻ ആർക്കായാലും പറ്റും. എന്തായാലും കണ്ടറിയാം. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? കേറി വാ, ഇരിക്ക്. എന്താ ഒരു ചിരി, പറഞ്ഞാലേ ഇരിക്കും. അതെ വിമലാന്റി, ഞാനും ഉണ്ട് കേട്ടോ പുറകെ. എന്നോടും പറയാം ഒന്ന് ഇരിക്കാനൊക്കെ. സോറി മേഡം, വന്നിരുന്നാലും ചായ കുടിക്കാൻ ഇനി പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ? അത് മാത്രം പ്രത്യേകം പറയുന്ന എന്തോ എനിക്കിഷ്ടല്ല. അതുകൊണ്ട് അത് പറയണ്ട. ഓ ആയിക്കോട്ടെ. വന്ന് കേറിയില്ല, അതിനു മുമ്പേ നിങ്ങൾ രണ്ടുപേരും തുടങ്ങിയോ? എന്റെ ആദ്യം ഇതൊന്നും കണ്ട് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏയോ അമ്മ ഇതുപോലെ തന്നെയാ. ആദ്യം ഈ ചായ കുടിക്കും. അല്ല, ഇന്ന് എന്ത് പറ്റി ലീവ് എടുക്കാൻ? ഇന്റേണൽ പോർഷൻസ് ഒക്കെ കവർ ചെയ്തതിന്റെ ക്ഷീണവാ? എന്തൊക്കെ അറിയണം? അത് പിന്നെ ഇന്നലെ ഉറക്ക വന്ന് ശരിയായില്ല. ഇവിടുത്തെ പട്ടി ഭയങ്കര ശല്യമായിരുന്നു ഇന്നലെ. ആ ക്ഷീണത്തിന്റെ പുറത്താ ഞാനിന്ന് ലീവ് എടുത്തേ. എടാ ചേട്ടാ, അവസരം മുതലെടുക്കുവാണല്ലേ? ശരിയാക്കി തരാം. അത് ശരി. വെറുതെ ഇങ്ങനെ കുറച്ചതാണോ അതോ എന്തേലും വയ്യാഴികയുടെ സിംറ്റംസ് വല്ലതും കാട്ടിയതാണോ? അല്ല, ചില ഡോഗ്സ് വയ്യാഴിക ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കാണിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ വീട്ടിലും ഉണ്ടേ ഒരെണ്ണം. ഓ റിയലി? അത് വല്ലാത്തൊരു കേൾവിയായി പോയല്ലോ. ഞാനൊന്നും പറയുന്നില്ല. വലിയ വയ്യാഴികയൊന്നുമില്ല. പക്ഷേ ഏട്ടക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ അതിന് ഇളകും. അപ്പൊ വന്ന് ഡോറിനിട്ട് മുട്ടലും കൊരയ്ക്കലും കടിക്കലും ഒക്കെയാകും. പിന്നെ അതിന്റെ ആവശ്യം അനുസരിച്ച് എന്തേലും ഒക്കെ ചെയ്തു കൊടുക്കുമ്പോ പിന്നെ ശല്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ അത് അവസാനം നമുക്ക് ശല്യമാവൂന്ന് മാത്രം. ശല്യം തന്നെ. ഒരു അൽഫാമ് മൊത്തം ഇരുന്ന് കേറ്റിട്ട് അവസാനം ഇപ്പൊ ഞാൻ ശല്യം വന്നല്ലേ? ശരിയാക്കി തരാം. എന്റെ പോസ്റ്റിലും വരും ഗോള്. അത് ശരിയാ, പറഞ്ഞിട്ട് കാര്യമില്ല. ചില ബ്രീഡ് അങ്ങനാ. എന്റെ വീട്ടിലൊരെണ്ണമുണ്ട്. അയ്യോ, ഇതിന്റെ അപ്പുറമാ. ബ്രീഡിന്റെ പ്രശ്നമാ. എനിക്കും അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാ, കൊണ്ട് കളയാൻ പറ്റുമോ? അഡ്ജസ്റ്റ് ചെയ്യുക, അത്ര തന്നെ.
അവന്റെ ഒരു അഡ്ജസ്റ്റ് ഇരിക്കുന്ന സൈഡ് വാക്കുകൾ ചവിട്ട് തന്നുണ്ടല്ലോ, ആ നടുവങ്ങ് ശരിക്കും അഡ്ജസ്റ്റ് ആയി കിട്ടും. ഓന്ത് മാറുമോ ഇതുപോലെ നിറം. രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ചായ മാത്രം കുടിക്കാതെ പരിപാടിയും കൂടെ എടുത്ത് കഴിക്കുക. അത് ആന്റി പറഞ്ഞില്ലേലും കഴിക്കും, കാരണം ഞാൻ ഈ ഒറ്റ കാര്യത്തിന് വേണ്ടിയാ വന്നത്. വാവ്, ഇതൊക്കെയാണ് പരിപ്പ് വട. ഞങ്ങളുടെ ക്യാൻറ്റീനിലും ഉണ്ട് പരിപ്പ് വട. അയ്യോ, ഒന്നും പറയണ്ട. നീ പറയണ്ട, എനിക്കറിയാം, മീര പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ പോകുന്നു നിങ്ങളുടെ പരീക്ഷണമൊക്കെ? ഈ പ്രാവശ്യം സപ്ലൈ എല്ലാം കംപ്ലീറ്റ് ആക്കി ഒന്ന് വിജയിച്ച് കയറുവോ? ചായ കുടിക്കണ്ടായിരുന്നു, വീട്ടിൽ പോയാ മതിയായിരുന്നു. പിന്നെ പിന്നെ തീർച്ചയായും ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. അതിവിടെ കാണാനും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. തോട്ടങ്ങി, ഇനി ഇവിടെ നിന്നാ പന്തിയല്ല. നീ ഇതെവിടോടുവാ? അവിടെ നിക്ക്, നിന്നോടും കൂടിയാ ഞാൻ ചോദിച്ചത്. മാതാശ്രീക്ക് ചോദിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് സമയം. അയ്യോ അതെ, അവള് പറഞ്ഞല്ലോ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെന്ന്. ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്, അതേ എനിക്കും പറയാനുള്ളൂ. എന്തായാലും ഈ പ്രാവശ്യം ഉള്ള സപ്ലൈ എല്ലാം ക്ലിയർ ചെയ്തെടുക്കും. ഇതിൽ കൂടുതലൊന്നും അറിയാനില്ലല്ലോ. ഞാൻ പോവാ, ഞാൻ ചായ പിന്നെങ്ങാനും കുടിച്ചോളാം. കണ്ടോ കണ്ടോ, ഈ കാര്യം പറയുമ്പോ അവളുടെ ഓട്ടം കണ്ടോ, നിക്കടി അവിടെ. എന്തായാലും ഇന്ന് നിങ്ങൾ ഇവിടെ വന്നത് നന്നായി. മോനി ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ട് ചോദിക്കുക, ഈ അടുത്ത കാലത്തെങ്കിലും ഇവിടെ ഈ ഉള്ള സപ്ലൈ എല്ലാം ക്ലിയർ ആക്കി എടുക്കാൻ വല്ല ചാൻസും ഉണ്ടോ? ഇവിടെ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എങ്ങനൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞാലും അവസാനം അവളുടെ പക്ഷവേ പിടിക്കും. അതുകൊണ്ട് ഞാൻ ചോദിക്കാം മോനോട്. ബെസ്റ്റ്, വണ്ടർഫുൾ. ഇതിലും ഭേദവക്കാലം പ്രിൻസിയോട് പോയി നേരിട്ട് ചോദിക്കുന്നതായിരുന്നു. ഇയാളിന്ന് എന്നെ വീട്ടിൽ നിന്നും കൂടെ അടിച്ചിറക്കാനുള്ളതെന്ന് പറയും. അടിപൊളി ലെവൽ പെട്ടെന്നാ തോന്നുന്നേ. അയ്യോ, ഇതിന്റെ കൂടെ ഞാനെങ്ങാനും ലഞ്ച് ബ്രേക്കിന് വിളിച്ച് ഏട്ടനോട് വേണ്ട ഞങ്ങള് കൊണ്ടുവിട്ടോളാമെന്ന് പറഞ്ഞെന്നെങ്ങാനും അറിഞ്ഞ ഇവളെന്റെ തല എടുക്കും. എന്തായാലും ഏട്ടന്റെ നാക്ക് പോലെ ഇരിക്കും ഇവളുടെ ഭാവി. കാലൻ ആ നോട്ടം കണ്ടാലേ അറിയാം ഇന്നെന്റെ ലാസ്റ്റ് സപ്പറായി വീട്ടിലേന്ന്. ഏത് നശിച്ച നേരത്താണോ ആ വണ്ടി കയറി വരാൻ തോന്നിയത്. അല്ല ആന്റി, കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് ഇയർ ആയതല്ലേ ഉള്ളൂ, 1 ഇയറും കൂടെ ഉണ്ടല്ലോ. ആ ടൈമിലുള്ള പേപ്പറും കൂടെ ക്ലിയർ ചെയ്തെടുത്താ മതി. പക്ഷെ കഷ്ടപ്പെടണം, അല്ലാതെ നടക്കത്തില്ല. ഇതെന്ത് മറിമായം, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇയാൾക്കിതെന്ത് പറ്റി? വല്ല തേങ്ങ തലേ വീണു? സാധാരണ എന്റെ നെഞ്ചത്തോട്ട് കയറാൻ കിട്ടുന്ന ഒരവസരവും കളയാത്ത ആളാ. എന്തായാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വർഷത്തേനാരെയും ബോധിപ്പിക്കണ്ട, സമാധാനമുണ്ട്. അത് ശരിയാ, കഷ്ടപ്പെട്ടാ കിട്ടും. പക്ഷെ ഇവള് കഷ്ടപ്പെടാൻ നടന്നത് വാ. ഇപ്പോഴും ഇവള് കോളേജിൽ കയറുന്നതും ക്ലാസ്സിൽ പോകുന്നതും ഒക്കെ എനിക്കൊരു അത്ഭുതമാ. പോരാത്തതിന് ആരേലും പറഞ്ഞു കൊടുത്താൽ അവർക്കില്ലാത്ത കുറ്റവും കുറവും ഇല്ല. മോൻ തന്നെ കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞെന്നും പറഞ്ഞ അയ്യോ ഇവളീ വീട് പൊളിച്ചില്ലെന്നേ ഉള്ളൂ, നിരാഹാരമായിരുന്നു, നിരാഹാരം. പോരാത്തതിന് മോനെ പറ്റി പറയാൻ വയ്യാത്ത ഒന്നുമില്ല. മുരടനാണ്, കാട്ടുകരടിയുടെ സ്വഭാവമാണ് എന്ന് വേണ്ട, ഇനി പറയാനൊന്നുമില്ല ബാക്കി. അതൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ച മോൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ചോദിച്ചത്. അങ്ങനെയാലും ഇവളുടെ ലീലാവിലാസങ്ങളൊന്നും അറിയാമല്ലോ. പക്ഷെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? സബാഷ്, ഇവർക്കിതിരുന്നിട്ട് എന്തിന്റെ സൂക്കേടാ. എങ്ങനെ ഇരുന്നാലും ഞാൻ മിക്കവാറും തെക്കോട്ട് നോക്കിയിരിക്കേണ്ടി വരും. എന്തായാലും ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സപ്ലൈ പോയിട്ട് മെയിൻ എക്സാം പോലും എഴുതാനുള്ള യോഗം ഉണ്ടാകത്തില്ല. വണ്ടർഫുൾ. എന്തായാലും ആന്റിക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ, ഞാൻ അത്ര വലിയ സ്ട്രിക്റ്റും അല്ല, എന്നാ അത്ര വലിയ കൂളും അല്ല. എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഈ പ്രാവശ്യം മീര എല്ലാ സപ്ലൈയും ക്ലിയർ ചെയ്യും, അല്ലേ മീരെ? എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? അല്ലാതെ തന്നെ ഇവൾ ആവശ്യത്തിനധികം ഏട്ടന്റെ വായിച്ചെന്ന് കേൾക്കുന്നുണ്ട്. ഇനി ഇവളെ സ്പെഷ്യലായിട്ട് കൂടെ പഠിപ്പിക്കാൻ പോവാണ്. ഇപ്പൊ പുട്ടിന് പീര കണക്കിന് വിമലാന്റിയുടെ പ്രകടനം കൂടായപ്പോ മനോഹരമായിരിക്കുന്നു. തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് കേടില്ലെന്ന്, പക്ഷെ ഇവക്ക് നല്ല കേടാകാൻ ചാൻസ് ഉണ്ട്.
അടിനെട്ടൈ നിലവേ രട്ടൈ തിമിരേ നെഞ്ചിൽ മുട്ടിക്കൊല്ലേ. ശരിക്കും നേരാണ് ഈ പറയുന്നേ. എന്റെ ദൈവമേ, ഇവിടെ ഒരുത്താൻ പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കാത്ത കാര്യം മോൻ ഇത്ര സിമ്പിൾ ആയിട്ട് പറയുന്നേ. ഇവളായതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ ഒരു പ്രതീക്ഷയില്ല. പക്ഷെ മോന്റെ വാക്ക് ഞാൻ വിശ്വസിക്കുക. തീർച്ചയായിട്ടും ആന്റിക്ക് വിശ്വസിക്കാം. പഠിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഞങ്ങളെ പോലുള്ളവർ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 1 ഇയർ കൊണ്ട് മീര എല്ലാ പേപ്പറും ക്ലിയർ ആക്കും. അതോർത്ത് ആന്റി പേടിക്കണ്ട, അല്ലേ മീര? ഓ കാലൻ എന്റെ പുക കാണാൻ വേണ്ടി ചോദിക്കുക. പറയുന്ന കേട്ടതൊന്നും ഞാനാ ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കുന്നേന്ന്. എന്റെ ഗതികേട്. ഇയാളെ എന്തിനാ പറഞ്ഞിട്ട്? മൈ ഡിയർ മാതാശ്രീ, സ്വന്തം മകക്കിട്ട് തന്നെ വേണം എല്ലാം കേട്ടോ. അവസാനം വായിക്കരിയിടാൻ പോലും ഞാൻ കാണത്തില്ല. ഇതിലും ഭേദം എന്നെ വല്ല ചാക്കി കെട്ടി തോട്ടിലും ആറ്റിലും കൊണ്ട് കളയുന്നായിരുന്നു. ഓ പിന്നെ പരിശ്രമിച്ച കിട്ടാത്തായിട്ടൊന്നും ഇല്ലല്ലോ. പോരാത്തതിന് യൂണിവേഴ്സിറ്റി എല്ലാവിധ കാര്യങ്ങൾക്കും ലാഗില്ലാതെ ചെയ്യുന്നുകൊണ്ടും എളുപ്പന്ന് തന്നെ 1 ഇയർ കൊണ്ട് ഈ പേപ്പർ എല്ലാം ക്ലിയർ ചെയ്തെടുക്കാം. എന്നാ നിങ്ങൾ ചായ കുടിക്കേ. മോളല്ലേ മേളിലോട്ടൊന്ന് വന്നേ. ഇവളെന്നെ കൊല്ലാൻ വിളിക്കുന്നതാണോ? പോന്ന പോക്ക് കണ്ടോ? പൊട്ടിയ പട്ടം കണക്കിന്. ഇവളെന്നെ കൊല്ലാതിരുന്നാ മതിയായിരുന്നു. ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. അടുത്ത പണി എന്തോ ഒപ്പിക്കാനുള്ള വിളിയാ. നീയാണല്ലോ സഞ്ചിത സഹചാരി. അതൊന്നും ആകാൻ ചാൻസ് ഇല്ല. കഴിഞ്ഞ ദിവസം അവൾ എന്നോട് പറഞ്ഞായിരുന്നു അവളെന്തോ പെയിന്റിങ്ങോ മറ്റോ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. ചിലപ്പോ അത് കാണിക്കാനായിരിക്കും. ചേട്ടാ ആ ഫോൺ ഇങ്ങ് തന്നെ. എന്റെ ഫോൺ ഓഫാ. ആ ഫോട്ടോ എടുക്കണമെങ്കിൽ അതാ. എന്നാ ഏട്ടൻ ഇവിടെ ഇരിക്കേ, പോന്നേരത്ത് വിളിച്ചാൽ മതി, ഞാൻ ഇപ്പൊ വരാം. പിന്നെ എങ്ങാനും അവൾ എറിഞ്ഞു പൊട്ടിച്ച് എന്റെ ഫോണിന്റെ കാര്യത്തിൽ തീരുമാനമാകും. ഇതാകുമ്പോ കുഴപ്പമില്ല. ആ പോക്ക് കണ്ടാലേ അറിയാം നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം രണ്ടിനും പെരുത്ത് ഇഷ്ടായെന്ന്. എന്താണെങ്കിലും സാർ എടുത്തു ചാടി ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടിയിരുന്നില്ല. എന്റെ അനീതി ആയതുകൊണ്ട് ഞാൻ പറയല്ല. അറിയാലോ, ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് ഓടുന്ന ടൈപ്പാ. അതിനെയൊക്കെ എങ്ങനെ ഇരുത്തി പഠിപ്പിച്ച് പാസ്സാക്കാനാ? ഞാൻ ഫസ്റ്റ് ഇയർ തൊട്ടേ പഠിച്ച പണി 18 നോക്കിയതാ. ഒന്ന് അവൾ ആ പേപ്പർ എല്ലാം ക്ലിയർ ആക്കി എടുക്കാൻ. പോരാത്തതിന് 1ഉം 2ഉം ഒന്നും അല്ല, 4-5 പേപ്പർ എങ്ങാണ്ട് സപ്ലൈ ഉണ്ട്. സാർ ഇപ്പൊ ഈ ചെയ്യാൻ പോകുന്നത് നാളെ ഇരട്ടിപ്പണിയാവാതിരുന്നാ മതി. എനിക്ക് അത്രയേ ഉള്ളൂ. 4-5 പേപ്പർ അല്ലേ, അതെത്ര ഇരട്ടിപ്പണിയൊന്നുമല്ല. നമുക്ക് നോക്കാന്നേ. എന്തായാലും സാറ് 18 അടവ് നോക്കിയതല്ലേ, ഇനി ഞാനൊരു 19ാമത്തെ അടവ് നോക്കാം. എങ്ങാനും നന്നായാലോ. നന്നാവാൻ അവള് അന്ന് ലോകാവസാനമായിരിക്കും. എന്തായാലും നന്നായി കണ്ടാ മതി. എവിടം വരെ പോകുന്നു നോക്കാം. അയ്യോ വിടടി, എന്റെ പെടലി ചത്തുപോടി വിടടി. ഇടി ഞാനായിട്ടൊന്നും ചെയ്തതല്ല. പെട്ടെന്നൊരു ഐഡിയ തോന്നിയപ്പോ വിളിച്ച് പറഞ്ഞതാടി. ഞങ്ങള് നിന്നെ കൊണ്ടുവിട്ടോളാമെന്ന്. പിന്നെ ഇവിടെ നടന്ന ഒരു കാര്യത്തിലും എനിക്ക് ഒരു പങ്കുമില്ല. നിന്റെ മാതാശ്രീ അങ്ങനെയൊക്കെ പറയൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വേണേ ഞാൻ തന്നെ ഇത് മുൻകൈ എടുത്ത് എങ്ങനെയും മുടക്കി തരാൻ. വിടടി തൊണ്ണ ചത്തുപോടി. ശരിക്കും എന്നാ ഓക്കെ. പിന്നെ ഇത് മുടങ്ങിയില്ലെങ്കിൽ അങ്ങേ ബുക്കും പുത്തനോ എടുത്തോണ്ട് എന്റെ പുറകെ എങ്ങാനും ഈ പേരും പറഞ്ഞു വന്ന മോളേലേ നിന്നെ ഞാൻ ഭിത്തിയെ കയറ്റും, ഓർത്തു. എന്റെ പെടലി. അതിന് ഏട്ടന്റെ കാര്യം എന്റെ കയ്യിലല്ല. അങ്ങേരങ്ങേറെ കാലം കൊണ്ട് നടക്കുന്നതിന് എന്നെ ഭിത്തി കേട്ടിട്ട് എന്ത് കാര്യം? നീ അങ്ങേരെ ഭിത്തിയെ കേട്ടിടി. അയ്യോ, ഈ കണക്കിന് പോയ അടുത്തൊരു വർഷം കൊണ്ട് തന്നെ ഞാൻ ഓർമ്മയാകൂലോ ദൈവമേ. മിണ്ടരുത് നീ ഒറ്റൊരുത്തി കാരണം ഇത്രയും വലിയ സീൻ ഇവിടെ ഉണ്ടായത്. ഒന്നാമത് അങ്ങേരെ കോളേജിൽ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ സ്പെഷ്യലായിട്ടും കൂടെ എന്റെ പൊന്നു ഓർക്കാൻ കൂടെ വയ്യ. നീ ഓർക്കണ്ടടി, എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി ഓർക്കുന്നേ? അതല്ലേ പ്രശ്നം. നീ ഓർക്കണ്ടടി, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? അതാകുമ്പോ എനിക്കൊരു ബുദ്ധിമുട്ടാവത്തില്ല. ഇവളെ ഞാനിന്ന് അയ്യോ വിടടി എന്റെ പെടലി. മോളേ ദാ വരുന്നു. വിടടി പിശാചേ, ഞാൻ പോട്ടെ. പിശാച് നിന്റെ കരടിത്തലേ. ഏട്ടാ ഞാൻ വന്നു, പോകാം. പോകാം. ഹരിസാർ വരട്ടെ. അതിന് ഹരിസാർ അവിടെ പോയി. സാറിന്റെ ഏതോ ഒരു ഫ്രണ്ട് വിളിച്ചു, അപ്പൊ കോൾ അറ്റൻഡ് ചെയ്യാൻ പോയതാ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു പെയിന്റിംഗ് ഒക്കെ? പെയിന്റിങ് മനോഹരമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറെ നേരം നോക്കി നിന്ന്. അതുകൊണ്ടാണോന്ന് അറിയത്തില്ല, നല്ല പെടലിക്ക് വേദന. എന്നാ ഞാൻ ആന്റിയുടെ അടുത്തോട്ടൊന്ന് ചെല്ലട്ടെ. എന്റെ ഫോൺ തന്നിട്ട് പോ, മമ്മിയെ വിളിച്ച് പറയാനുള്ളതാ. അല്ലെങ്കിൽ അത് മതി, അറിയാലോ.
ഓ അറിയാവേ. എന്തിനാ ഏട്ടാ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കത് ഓർമ്മിപ്പിക്കുന്നേ? ഏട്ടനതൊക്കെ വിളിച്ച് പറഞ്ഞാ പോരെ? ഇന്നാ ഫോൺ 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 ഫോൺ. എന്നതാടി നീ ഫോൺ ഫോണെന്ന് പറഞ്ഞു കളിക്കുവാണോ? അതും കൊണ്ട് കളഞ്ഞോ? ഓ ഞാൻ കൊണ്ട് കളഞ്ഞൊന്നുമില്ല. അത് അവളുടെ റൂമിൽ എങ്ങാനും കാണും. എന്നാ വാചകം അടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാതെ പോയി എടുത്തിട്ട് വാ, ടൈം പോകുന്നു. പിന്നെ ഒന്ന് പോയതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നില്ല. എന്റെ പെടലി. അയ്യോ എന്താലോചിച്ചോണ്ട് നിൽക്കുക, പോകുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പെടലിക്ക് വേദനയാ. അതുകൊണ്ട് എനിക്ക് സ്റ്റെയർ കയറാൻ പറ്റത്തില്ല. അപ്പൊ ഏട്ടൻ തന്നെ പോയി എടുക്കുന്നതായിരിക്കും നല്ലത്. ദേ ഈ സ്റ്റെയർ കയറി ചെല്ലുമ്പോ ആദ്യം കാണുന്ന മുറിയാ. ചേട്ടനെന്നാ ചെല്ല്, ഞാനെന്നാ ആന്റിയുടെ അടുത്തോട്ട് ചെല്ലട്ടെ. ഇവൾ എന്തൊക്കെ പറയുന്നേ? അല്ല, ഈ പെടലി വേദനയും കാലും തമ്മിൽ എന്താ ബന്ധം? ഇവളുടെ പറച്ചിൽ കേട്ടാ തോന്നി ഇവള് തലയും കുത്തിയാ നടക്കുന്നേന്ന്. ഇവളെയൊക്കെ കൊണ്ട് അവള് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇതെങ്ങാണ്ട മുറി. ഒന്ന് വിളിച്ച് നോക്കാം. ഓ ഇത് ലോക്കഡല്ലേ? അയ്യോ ഇത് തുറന്നല്ലോ. ഇതിനകത്താരും ഇല്ലേ? ഇയാൾക്കെന്താ വല്ല നേർച്ചയുണ്ട്? ഓരോ ദിവസം ഓരോ കാരണം ഉണ്ടാക്കി എന്റെ നെഞ്ചത്തോട്ട് കയറിയേക്കാവുന്നു. ഇപ്പൊ ഒരു കാരണം കിട്ടാതിരുന്നപ്പോഴാ ഈ സപ്ലി. അമ്മ എന്തായാലും പറഞ്ഞ് ഉടനെ കയറി ഞേക്കുക. ഒന്ന് പറഞ്ഞ ഇയാൾ ആരോ എല്ലാവരെയും നന്നാക്കാൻ വേണ്ടി മഹാത്മാഗാന്ധിയോ അതോ മദർ തെരേസയോ? ഇറങ്ങിക്കോളും രാവിലെ ടൈയും കെട്ടി. എന്റെ പൊന്നോശിയത് സമയത്താണോ അന്ന് ഇയാളെ വണ്ടിയുടെ ഫ്രണ്ടിൽ ചെന്ന് ചാടാൻ തോന്നിയത്? അന്ന് തുടങ്ങിയ കഷ്ടകാലവ സാറായിപ്പോയി. ഇല്ലെങ്കിൽ അടിച്ചു ഒന്ന് കെട്ടിത്തു. ഇയാളെന്താ ഇവിടെ? ഇത് പോയില്ലായിരുന്നു ദൈവമേ. അയ്യോ എന്താ നിർത്തിയത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അവളുടെ ഒരു തുത്തിരു. അപ്പൊ ഈ കുട്ടിക്കൊരങ്ങനെല്ലാം കേട്ടിട്ട് നിൽക്കുക. ഈ സാധനം കടിക്കുവോ? ഞാനെന്തിനാ പേടിക്കുന്നേ? എന്റെ വീട് എന്റെ റൂം. എങ്ങാനും കോളേജിലെ പോലെ ജലചോണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആരാ നീയോളം അറിയും. കേൾക്കുന്നതിന് വലിയൊരു പരിധി. ആന്റി നീ എന്നെ പറ്റി പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ആ പറയുന്ന കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും നന്നായിട്ടുണ്ട്. നീ ആരടി? ബില്ലാദിന്റെ മോളോ? ഒരാളെ കൊന്ന് കെട്ടിത്തൂക്കുന്നത് ഇത്ര നിസ്സാരമാ? ഒന്നുമില്ലേലും ഞാൻ നിന്റെ പ്രൊഫസർ അല്ലേ? ആ ഒരു ബിൽഡപ്പ് ഒക്കെ ആവാം. കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് നാളെ ഞാൻ കോളേജിൽ വല്ല ബോഡി ഗാർഡിനെയൊക്കെ ആയിട്ട് വേണോ വരാൻ? അല്ല എന്റെ സേഫ്റ്റി എങ്ങാനും ആക്രമണം ഉണ്ടായാലും. ഇയാള് തുടങ്ങി. ഇന്നുകൊണ്ട് സൂക്കേട് ഞാൻ നിർത്തും. ഞാനങ്ങനെ പറഞ്ഞ് നാളെ സാറ് ബോഡി ഗാർഡിനെയും കൊണ്ട് വരണമെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം നല്ലൊരു ബോഡി ഉള്ളവർക്കല്ലേ ഗാർഡിന്റെ ആവശ്യമുള്ളൂ. പോരാത്തതിന് എന്റെയും ബിൽദാദൻ മാമന്റെയും ഒക്കെ ഒരു പോളിസി വെച്ച് മിനിമം ഡെഡ് ബോഡി ആവാനെങ്കിലും ഒരു ബോഡി ഉള്ളവരെയും ഞങ്ങൾ കൊല്ലാറുള്ളൂ. അതുകൊണ്ട് സാറ് സേഫാ. വല്ലവരുടെയും റൂമിൽ ഒളിഞ്ഞു നോക്കി എന്തെങ്കിലും കേട്ടിട്ട് എന്ത് മാന്യമായിട്ടാണ് ഡയലോഗ് അടിക്കുന്നത്. പ്രൊഫസറാണ് പോലും പ്രൊഫസർ. പ്രൊഫസർമാർക്കൊക്കെ ഇപ്പൊ ഇതല്ലേ പണി, ഒളിഞ്ഞു നോട്ടം. ദേ കൊച്ചെ, വായിലൊരു നാക്കൊണ്ടെന്ന് വെച്ചിട്ട് വായി തോന്നിയത് പറഞ്ഞുകൊണ്ടല്ലോ. ഒളിഞ്ഞു നോക്കി പോലും. നിന്നെയൊക്കെ നേരിട്ട് കണ്ടാ പോലും ആരും നോക്കത്തില്ല. അപ്പോഴല്ലേ ഞാൻ ഒളിഞ്ഞു നോക്കാൻ പോകുന്നേ. എനിക്ക് വേറെ പണിയുണ്ട്. ഇയാളെ ഇന്ന് ഞാൻ തനിക്ക് പണിയുണ്ട്. തന്റെ പണി ഏതാ? അത് ഞാൻ പറഞ്ഞപ്പോ തനിക്ക് ഭയങ്കര ചൊറിച്ചില്. അല്ലെങ്കിൽ പിന്നെ പോകാൻ ഇറങ്ങിയ താൻ എന്റെ റൂമിന്റെ ഡോറും തള്ളി തുറന്ന് ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോ ഞാൻ എന്തോ പറയണം? നീ കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അതുകൊണ്ട് പറയുക, ഇനിയും നീ ഇവിടെ കിടന്ന് വളവളാന്ന് പറഞ്ഞ. അയ്യോ പ്രൊഫസർക്ക് ദേഷ്യം വരുന്നുണ്ടോ? പ്രിൻസിയുടെ അടുത്ത് വിടാൻ തോന്നുന്നുണ്ടോ? അതോ തല്ലാൻ തോന്നുന്നുണ്ടോ? ഇത് തന്റെ കോളേജും ഡിപ്പാർട്ട്മെന്റും ഒന്നും അല്ല. ഇതെന്റെ വീടും ഈ നിൽക്കുന്ന എന്റെ മുറിയിലുവാ. അതുകൊണ്ട് എനിക്ക് എന്തും പറയാം. ആരും ചോദിക്കാൻ വരത്തില്ല. അത് ശരി. അപ്പൊ ഇവിടെ നിൽക്കുന്നതിന്റെ അഹങ്കാരമാണ്. തീർച്ചയായും. പിന്നെ ഇപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഞാനിവിടെ ആരോടും പറയാൻ പോകുന്നില്ല. എന്താന്ന് വെച്ചാൽ വെറും കാരുണ്യം. പോരാത്തന്നെ താൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചേട്ടനും കൂടെ അല്ലേ? ഒരു കൺസെഷനും കൂടാന്ന് ഓർത്തു. അതുകൊണ്ട് പ്രൊഫസർ ഇവിടെ നിന്ന് ഒളിഞ്ഞു നോക്കാതെ വേഗം സ്ഥലം വിടാൻ നോക്ക്. നീ എന്താ ഭീഷണിപ്പെടുത്തുവാണോ? ഇവിടെ നടന്ന കാര്യം നീ ഇവിടെ കിടന്ന് വിളിച്ചു പോകിയാലും എനിക്കൊരു പ്രശ്നവുമില്ല. പിന്നെ നീ എന്റെ സ്റ്റുഡന്റ് ആയതുകൊണ്ടാ ഇത്രയൊക്കെ നീ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്നത്. നിന്റെ ഭാഷയെ പറഞ്ഞ കാരുണ്യം, കൺസിഡറേഷൻ. അപ്പൊ നീ തന്നെ പറഞ്ഞു ഇത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റും കോളേജും ഒന്നും അല്ല, ഇതെന്റെ വീടും റൂമുമാണ്. അപ്പൊ ആ കാരുണ്യത്തിന്റെ ആവശ്യമില്ല അല്ലേ? അയ്യോ വെളുക്കാൻ തേച്ചത് പോണ്ടായോ? അയാളുടെ വരവ് കണ്ടാലേ അറിയാൻ രണ്ടും കൽപ്പിച്ചുള്ളതാണ്.
പറഞ്ഞത് ഇത്തിരി കൂടിയും പോയി. ഇനി വല്ല തല്ലാനോ മറ്റോ ആണോ? ഇയാടെ കാര്യമായോണ്ട് അതും പറയാൻ പറ്റത്തില്ല. നാശം, ഓടിയാ നാണക്കേടുക. അയ്യോ. ഓ മേരാ ബുൽബുൽ താര എൻ മുൻ ആടും എല്ലോറാ ആവാറാ ആടിപ്പോറാ ആസൈ നൂറാ ഐനൂറാ. എന്തു പറ്റി? ഇപ്പൊ നിന്റെ നാക്ക് ഇറങ്ങിപ്പോയോ? കുറച്ചു മുമ്പ് 7 മുഴ നാവായിരുന്നല്ലോ നിനക്ക്. നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ അങ്ങ് ഉരുട്ടി ചവിട്ടി പിടിച്ചങ്ങ് കുടിച്ചു കളയൂന്ന്. പോട്ടെ പോട്ടെ, സ്റ്റുഡന്റ് അല്ലേ എന്ന് വെച്ച് കുറച്ച് തല താഴ്ത്തി തരുമ്പോ നീ തല കേറുമല്ലേ? അതാ എനിക്കും ചോദിക്കാനുള്ളത്. പ്രൊഫസർ അല്ലേന്നോർത്ത് മാറി മാറി പോകുമ്പോ തന്റെ നെഞ്ചത്തോട്ട് വന്ന് കേറുവല്ലേ? മാറങ്ങോട്ട്. ഇനി ഇങ്ങനെ കേറി കേറി വന്ന് എന്റെ വായിരിക്കുന്ന കേൾക്കുന്നേ, പറഞ്ഞേക്കാം. ഓ, ഭീഷണിയാ? എന്നാന്ന് അറിഞ്ഞിട്ടേ പോന്നുള്ളൂ. താൻ കൂടുതൽ ഗുണ്ടായിസൊന്നും ഇറക്കണ്ട. ഇത് തന്റെ കോളേജ് അല്ല, ഇതെന്റെ വീടാ. ഇവിടെ വെച്ച് എന്നെ എങ്ങാനും തല്ലിയുണ്ടല്ലോ, താൻ നാളത്തെ സൂര്യോദയം കാണത്തില്ല, പറഞ്ഞേക്കാം. ഓ റിയലി? വേണ്ട, എനിക്ക് സൂര്യോദയം കാണണമെന്ന് ഒരു നിർബന്ധമില്ല. ബിക്കോസ് എനിക്ക് സൺസെറ്റ് ആണ് ഇഷ്ടം. അതുകൊണ്ട് ഇവിടെ കുറച്ച് ഗുണ്ടായിസം കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇയാളിത് നീ എന്താ പറഞ്ഞേ? ഞാൻ മുരടനാണ്, കാട്ടുകരടിയുടെ സ്വഭാവമാണ്, പിന്നെ ബാക്കിയും കൂടെ പറ. എന്തൊരോർമ്മ. അപ്പൊ ഇയാള് മിണ്ടാതിരുന്നപ്പോഴേ ഞാൻ വിചാരിച്ചത് എല്ലാം കൂടെ കൂട്ടി ഒരുമിച്ച് തരാനാന്ന്. എന്തായാലും തല്ലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്ത് വന്നാലും താന്നു കൊടുക്കരുത്. തന്റെ പാസിൽ കേട്ടാത്തോന്ന് ഞാൻ ഇൻസ്റ്റയില് ലൈവ് വന്നിട്ടാ തന്നെ പറ്റി പറഞ്ഞതെന്ന്. അയ്യ, ഞാൻ എന്റെ വീട്ടിലാ പറഞ്ഞത്. എന്റെ വീട്ടിൽ എനിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കേട്ടാ. അതുകൊണ്ട് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചേട്ടനെ വിളിക്കും. ശരിക്കും നീ വിളിച്ചോ? ആര് പറഞ്ഞു വിളിക്കേണ്ടെന്ന്? ഞാൻ പറഞ്ഞു. Hey Rosie, I'm a sexy. എനക്കും don't care policy. ഏറാസി സിംഹരാസി നാനൊരു കാതൽ സന്യാസി. ഇവക്കിതെന്ത് പറ്റി? ഒരുമാതിരി ഷോക്ക് അടിച്ച കണക്കിന് നിൽക്കുന്നു. ഓ, ഞാൻ തല്ലാൻ പോവാന്ന് വിചാരിച്ചുള്ള നിപ്പ. എന്തായാലും ആ മുഖം കണ്ടാലേ അറിയാം ഒട്ടും പേടിയില്ലാന്ന്. നവരസങ്ങൾ ഇങ്ങനെ ഒഴുകുവല്ലേ. എന്താ എക്സ്പ്രഷൻ! ഓ, ഇവളെ സമ്മതിക്കണം. കുറെ നേരം വായല്ലോ, സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. ഇനി ഇയാള് പോയോ? ഞാൻ പേടിച്ചതാന്ന് ഇയാൾക്ക് മനസ്സിലായി കാണുമോ? നാണക്കേട്. എന്തായാലും കണ്ണു തുറന്നു നോക്കാം. അയ്യോ ഏട്ടാ, മാറങ്ങോട്ട്. താൻ എന്തോ നോക്കി നിൽക്കുവാടോ? താൻ എല്ലാരോടും ഇങ്ങനെയാണോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വന്ന് നെഞ്ചത്തോട്ട് കയറുക. അതെ, വല്ല കുഴപ്പമുണ്ടോ? ഞാൻ നെഞ്ചത്ത് കയറാൻ വന്നപ്പോ ഈ പറയുന്ന ആൾ ഒരുമാതിരി പേടിച്ച് കാറ്റുപോയ ബലൂൺ പോലെ നിൽക്കുവായിരുന്നല്ലോ. എന്താ, തല്ല് കിട്ടുമെന്നുള്ള പേടിയാ? അതോ തല്ല് കൊള്ളാൻ റെഡിയായി നിന്നതാ? പേടിച്ചു നിന്നെന്നോ? ഞാനോ? അത് താൻ തല്ലൂന്ന് വിചാരിച്ച്. അതിന് ഞാൻ രണ്ടാമതൊന്നും കൂടി ജനിക്കണം. പിന്നെ ഞാൻ കാറിയത് അത് പേടിച്ചിട്ടല്ല. തന്റെ ഈ ഓഞ്ഞ മോന്ത അടുത്ത് കണ്ടതിന്റെ റിയാക്ഷനാ. വന്ന് കയറി നിൽക്കുവല്ലേ മൂക്കിന്റെ തുമ്പത്ത് മുട്ടിയില്ല എന്നും പറഞ്ഞ്. പിന്നെ എങ്ങനെ വരാതിരിക്കും? എന്നിട്ട് പേടിച്ചെന്ന് പോലും. റിയലി? അതെനിക്ക് അപ്പോഴേ മനസ്സിലായി. ആ കണ്ണടച്ചുള്ള നിപ്പും മുഖത്ത് മിന്നി മറയുന്ന ഭാവവ്യത്യാസങ്ങളും ഒക്കെ കണ്ടാലേ അറിയാം നിനക്കൊട്ടും പേടിയില്ല. മറിച്ച് ഞാൻ അടുത്ത് വന്ന് നിന്നതിന്റെ റിയാക്ഷനാന്ന്. എന്താ എന്താ ഇവിടെ നിന്ന് ഒരു അലർച്ച കേട്ടെ? ഇന്നുകൊണ്ട് ഇയാടെ നല്ല പിള്ള ഇമേജ് ഞാൻ തീർത്തു തരാം. അത് പിന്നെ മമ്മി മുമ്പേ അങ്ങനെയൊക്കെ പറഞ്ഞ ദേഷ്യത്തിൽ ഇയാളെന്നെ തല്ലാൻ വന്ന്. അപ്പൊ ഞാൻ അലറിയതാ. തല്ലാൻ വന്നു ആദ്യോ? ഓ എടി പൊട്ടി, സാറിന്റെ ഫോണുമായിട്ടല്ലേ ഇവിടെ വന്നേ. അവള് ഇറങ്ങിപ്പോയപ്പോ ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയെ. അത് എടുക്കാൻ വേണ്ടി വന്നതാ, അല്ലാതെ നിന്നെ തല്ലാൻ വേണ്ടി വന്നതല്ല. വെറുതെ അല്ല ഇയാള് പറഞ്ഞത്. നീ ഇവിടെ കിടന്നാലറിയാലും എനിക്കൊന്നുമില്ലെന്ന്. കോപ്പ് നാണക്കേടായി. ഒരു
വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ ഇങ്ങനെ വായി തോന്നിയത് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിന്നെയൊക്കെ തല്ലാത്തവരും തല്ലാൻ വരും. ഇതൊന്നും കണ്ട് സാർ അത്ഭുതപ്പെടണ്ട. ഈ ജീവി ചില സമയങ്ങളിൽ ഇങ്ങനെയും പ്രതികരിക്കും. പിന്നെ ബോധം വരുമ്പോ പഴയ പോലെ ആയിക്കോളും. സാറ് ടൈം ഒത്തിരിയായി. ജീവിതന്റെ മറ്റവള് അവളെ ഞാൻ ശരിക്കൊന്ന് കാണുന്നുണ്ട്. ഇതപ്പം സ്ഥിരമാണല്ലേ? സാറ് പൊക്കോ, ഞാൻ പുറകെയുണ്ട്. അതെ, നീ ഇതുകൊണ്ടൊന്നും ഈ പരിപാടി നിർത്താൻ പോകുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇതിലും നന്നായിട്ട് നമുക്കൊന്ന് കാണണം. അപ്പം വീണ്ടും സന്ധിക്കുന്നത് വരെ വണക്കം. പോട്ടെ. Every time ചേറ്റ, ഇത്രയൊന്നും പോരാഞ്ഞിട്ട് അടുത്ത പണിയൊപ്പിക്കാൻ പോകുന്ന പോക്ക. ഈ കണക്കിന് പോയ ഇയാളെ ഞാൻ കൊല്ലും. അതെ, ആ ചായ ഒന്ന് കുടിക്കുമായിരുന്നെങ്കിൽ ക്ലാസ്സിൽ പോകായിരുന്നു. സമയം 9:30 കഴിഞ്ഞതാ. ആരോട് പറയാൻ, ആര് കേക്കാൻ? ഓർത്തിട്ട് തന്നെ ഒരു സമാധാനവും ഇല്ല. അയാൾ ഇന്നലെ പറഞ്ഞത് ഇവളോട് പറഞ്ഞാലും ആരോട് പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. സ്വന്തം ഏട്ടനോട് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. അപ്പോഴല്ലേ സ്വന്തം ഏട്ടന്റെ കാര്യം ഇവളോട് പറഞ്ഞ ഇവള് വിശ്വസിക്കുക. കൺഫ്യൂഷൻ ആയല്ലോ. ഈ കണക്കിന് പോയാ ഒന്നേ ഞാൻ, അല്ലേ അയാള്. രണ്ടിലൊരാളെ കാണത്തുള്ളൂ. ചാൻസ് കൂടുതൽ അയാള് കാണാനോ. എന്നെ അയാളെ കൊല്ലുമല്ലോ. ഞാൻ പിന്നെ മരിച്ചല്ലോ. പിന്നെ ഞാൻ ജീവിക്കത്തില്ലല്ലോ. അതിനു മുമ്പ് എന്തേലും ചെയ്യണം. ഈ കോളേജ് അങ്ങ് മാറിയാലും. ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്താടി കുന്തം? അപ്പൊ നിനക്ക് ജീവനുണ്ട്. നീ ഏത് ലോകത്താ? എത്ര പ്രാവശ്യം വിളിക്കണം? ഞാൻ പറയുന്നത് വല്ലോ നീ കേൾക്കുന്നുണ്ടോ? ഇരിക്കുക വന്ന് കേറിയപ്പോ തൊട്ട് ഒരുമാതിരി കറണ്ട് അടിച്ച കാക്കയെ കണക്കിന്. നിനക്കെന്നാ വയ്യേ? അതാ എനിക്കും ചോദിക്കാനുള്ളേ. നിങ്ങക്ക് രണ്ടിനും വയ്യേ? ഷേ, ഇതാരിത് മാത്തനോ? എടാ, നിന്റെ സസ്പെൻഷൻ കഴിഞ്ഞോടാ? ഡാർക്ക് നശിപ്പിച്ച്. മോളെ, മാത്തനല്ല, മാത്യു വർഗീസ്. അതാണ് എന്റെ പേര്. നീ വേണേ മാത്യു ചായ എന്ന് വിളിച്ചോ. അല്ലാതെ ഈ മാത്ത മാത്ത മാത്ത. അയ്യേ, ഒന്നുമില്ലേലും ഈ ഗേൾസിന്റെ ഫ്രണ്ടിൽ എന്റെ വില ഇതൊന്നും മനസ്സിലാക്കാത്തെ. ഷേ, അതിന് കേട്ടോ ആവോ? ഓ, അവന്റെ ഒരു കൊല എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അല്ല, സാധാരണ 1 month ഒക്കെ സസ്പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആശാൻ ഒരു 2 months ആകാതെ കോളേജിലോട്ട് കാണുന്നല്ലോ. ഇപ്രാവശ്യം എന്ത് പറ്റി? കെട്ടി എഴുന്നല്ലേ ഇത്? അപ്പൻ അടിച്ചു പുറത്താക്കൂന്ന് പറഞ്ഞോ? ഇല്ല, മൈ മമ്മി അടിച്ചു പുറത്താക്കൂന്ന് പറഞ്ഞു. അതുകൊണ്ട് വന്നതാ. പിന്നെ എന്തുണ്ട് കോളേജിൽ പുതിയ വിശേഷങ്ങൾ? സുഖം തന്നെ? പിന്നെ പരമസുഖം. വന്ന് സൂഹിക്കാൻ ഇത് പാർക്കും ബീച്ചും ആണല്ലോ. 1 മാസം കോളേജിൽ വന്നില്ലെന്നും പറഞ്ഞ് കൂടുതൽ അങ്ങ് ആടരുതേ. ഒരു ലോഡുണ്ട് എഴുതാനും അസൈൻമെന്റും ഒക്കെ ആയിട്ട്. മോൻ തയ്ച്ചു വെച്ചോ? ഓ, തൊട്ടലി വന്ന് കേറിയില്ല. അപ്പോഴേ അസൈൻമെന്റ്സ്, സപ്ലി, കോപ്പ്, കുറച്ചൊക്കെ. അയ്യോ, ഇതൊക്കെ ഓർത്താ ഞാൻ 2 അല്ല 3 മാസം കൂടെ വീട്ടിലിരിക്കുന്നേ. അമ്മോ, ഇങ്ങനത്തെ നശിച്ച റൂൾസ് കാരണവൻ ഞാനന്ന് പടക്കം പൊട്ടിച്ച് പ്രതിഷേധിച്ച്. പക്ഷേ എന്ത് ചെയ്യാൻ? പടക്കം പൊട്ടിച്ച് എനിക്ക് സസ്പെൻഷൻ കിട്ടിയതല്ലാതെ വേറൊരു മാറ്റം ഉണ്ടായില്ല. ബ്ലഡി എരപ്പൻസ്. അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അന്ന് ടേബിളെ വീണ പടക്കം പ്രിൻസിയുടെ മടിയിലെങ്ങാനും വീണിരുന്നെങ്കിൽ ഫുൾ മാറ്റമായിരുന്നേനെ മോന്റെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിലേ. എന്തൊരു ഡാർക്കാണ് ഇവിടെ. എന്റെ മീനെ, നീ അതൊക്കെ കേട്ടിട്ട് മിണ്ടായിരിക്കുവാണോ? പ്രതികരിക്കണേ. അവൾ എന്നെ പറ്റി പറയുന്നത് കേട്ടില്ലേ? നീ ആരോടി പറയുന്നേ? അതിനോടോ? അത് കുറെ പ്രതികരിച്ചതുവാ. അതിന്റെ പ്രതികരണ ശേഷിയൊക്കെ ഇന്നലെ കൊണ്ട് ഏതാണ്ട് തീരുമാനമായിരിക്കുക. അത് പ്രതികരിച്ചിട്ട് നീ ഈ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്തതാ. അതിന്റെ എല്ലാ ഫ്യൂസും ഞെട്ടും പോയിരിക്കുക. ഇനി ആ റോബോട്ടിന് ഒരു അനക്കം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റോബോട്ട് നിന്റെ മറ്റവൻ കുറെ നേരമായി ഞാൻ സഹിക്കുന്നു. ഒരു സൈഡിൽ നിന്റെ ചേട്ടന്റെ ആറാട്ട്, മറു സൈഡിൽ നീ. രണ്ടിനെയും കൂടെ കൊന്ന് കുഴിച്ചു മൂടും ഞാൻ. മിണ്ടാതിരുന്നു നീ. ഓ, ഇവിടിപ്പോ തിന്നൂല മനുഷ്യനെ. നിന്റെ പാർസല് കേട്ടാ തോന്നി ഇതിന്റെ എല്ലാം മീഡിയേറ്റർ ഞാനാണ്. നിന്റെ മമ്മി ഒറ്റ ഒരാള് കാരണം ഈ പ്രശ്നം ഇത്രയും വഷളാകാൻ കാരണം. എന്നിട്ടിപ്പൊ കുട്ടി മൊത്തം എന്റെ തലയില്. എന്നെ കൊല്ലണം നിനക്ക്. ആയിക്കോട്ടെ, അപ്പൊ എല്ലാത്തിനും ഒരു തീരുമാനമാവൂല. ഓ, ഒന്ന് നിർത്ത്. ആരെങ്കിലും ഒരാള് പറ, എന്താ പ്രശ്നം? വന്ന് കേറിയപ്പോ മുതൽ ഞാൻ മണക്കുന്നു. എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. പ്ലീസ് ടെൽ മീ ഗോയ്സ്. നിങ്ങൾക്കല്ലാതെ ഞാൻ എങ്ങനെ അറിയും ഗോയ്സ്? പറയൂ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ പറയാ എന്താ പ്രശ്നമെന്ന്. വേണ്ട, എന്റെ കാര്യം എനിക്കറിയാൻ പറയും. ഓ, ആരേലും ഒന്ന് പറ. ഞാൻ പറയാം. അത് പിന്നെ
അപ്പൊ നീ ഇതുകൊണ്ടൊന്നും നിർത്താൻ ഒരു പ്ലാനും ഇല്ലല്ലേ? എന്തിനാടി ഇനിയും പോയി കേറി കൊടുക്കുന്നേ? കിട്ടിയതും വാങ്ങിച്ചൊരു മൂലക്കിരിക്ക്. ആവശ്യമില്ലാത്ത വയ്യാവേലിയൊന്നും എടുത്ത് വെക്കാതെ. ഇല്ല, നിർത്താൻ ഒരു ഉദ്ദേശവും ഇല്ല. ഒന്ന് റിലേഷൻ ഉണ്ടോന്ന് ചോദിച്ചതിന് അയാൾ അത്രയൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അതിനൊരു ഡോസ് കൊടുത്തില്ലെങ്കിൽ എനിക്കെന്തോ ഉറക്കം വരത്തില്ല. ആഹാ, അത്രേ ഉള്ളൂ. എന്നാ കുറച്ച് ഉറക്ക ഗുളിക വാങ്ങിച്ച് കലക്കി കുടിക്കടി. അല്ലാതെ ഓരോ പ്രശ്നത്തിന്റെ പുറകെ പോയിട്ട് അവസാനം എക്സാം പോലും എഴുതാതെ തെണ്ടിത്തിരി നടക്കേണ്ടി വരും. അതോർത്ത് എന്റെ മരിയെ കുറിച്ച് തലകൊണ്ടാക്കണ്ട. നമ്മളെല്ലാവരും എക്സാം എഴുതും. പിന്നെ ഈ പരിപാടി നമ്മളെ ഒപ്പിക്കുന്നതിന് വേറെ ആരെങ്കിലും അറിഞ്ഞിട്ട് വേണ്ടായോ? എന്താ നിന്റെ പ്ലാൻ? എന്തായാലും ആർട്സ് ഡേ അല്ലേ വരുന്നത്. കാണാനുള്ള പൂരം എന്തിനാ വെറുതെ പറയുന്നേ? ലാസ്റ്റ് ചക്കിന് വെച്ചത് കുക്കിന് കൊള്ളരുത്. ഓ, ഉത്തരവ് തമ്പ്ര. ഓ മൈ ഗോഡ്, എന്താണ് ഇവിടെ നടക്കുന്നത്? ഒരു പ്രൊഫസർ തന്റെ സ്റ്റുഡന്റിനോട് ഇങ്ങനെയൊക്കെ കാണിക്കുക? ഓ, മോശം 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 കാര്യം. ഓ, നീ ഒന്ന് നിർത്ത്. നിനക്കയാള് പ്രൊഫസർ മാത്രമായിരിക്കും, പക്ഷെ എനിക്കയാൾ എന്റെ ചേട്ടനായി പോയില്ലേ? ഇവളായതുകൊണ്ട് നമ്മളുടെ അടുത്ത് വന്ന് പറഞ്ഞ് വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഫ്ലെക്സ് അടിച്ച് മെയിൻ എൻട്രൻസിൽ കൊണ്ടുവച്ചേനെ. അയ്യോ, എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടേ, ഇതൊക്കെ ഉള്ളത് തന്നെ? അതോ നീ പഴയ വൈരാഗ്യത്തിന് വല്ലതൊക്കെ പടച്ചു വിടുന്നതാണോ? ഇത് താലപ്പെട്ടോർണം വെച്ച് തന്നുണ്ടല്ലോ. ഈ 2-3 ആഴ്ചയായിട്ട് കോളേജിൽ നടക്കുന്നത് എന്റെ പൊന്നുമോളി കണ്ണുകൊണ്ട് തന്നെയല്ലേ കാണുന്നത്. എന്നിട്ട് അവളുടെ വർത്താനം എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് നീ. അല്ലെങ്കിൽ നീയൊക്കെ കൂടുതൽ പറയാതിരിക്കുന്ന നല്ലത്. ഞാൻ പറയാം. കാര്യങ്ങളെ ഒരു കിടപ്പുവശം വെച്ച് നോക്കുകയാണെങ്കിൽ നീയും പ്രൊഫസറും കണ്ട അന്ന് മുതൽ വഴക്കാണ്. പോരാത്തതിന് നീ പുള്ളിയെപ്പറ്റി പറഞ്ഞതും പറയേണ്ടാത്തതുമായ കാര്യങ്ങളെല്ലാം ഇന്നലെ നിന്റെ മമ്മി പുള്ളിയോട് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും ആർക്കായാലും കുരു പൊട്ടും. പ്രൊഫസർക്കും പൊട്ടി. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ. പുള്ളി നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കി. നീ മന്ദബുദ്ധി, നീ പേടിച്ച്. സില്ലി ഗേൾ, പോട്ടെ, തല്ലാൻ വന്നല്ലേ ഉള്ളൂ. തല്ലിയില്ലല്ലോ, നമുക്ക് അടുത്ത പ്രാവശ്യം തല്ല് വാങ്ങാം. ബെസ്റ്റ്, നല്ല ഉപദേശം. ഇനി ഇവിടെ തല്ലാത്തതിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം മികച്ചതായിരുന്നു. അല്ല, നീ ഇത് ഹരിയേട്ടനോട് പറഞ്ഞില്ല? ഹാ, പറഞ്ഞു. അപ്പൊ ആ ചേട്ടൻ തന്നെ പറയുക, നീയൊക്കെ ഇങ്ങനെ വായി തോന്നിയത് പറയുന്ന കൊണ്ട് നിന്നെയൊക്കെ തല്ലാത്തവരും തല്ലാൻ വരൂന്ന്. ഇതൊന്നും പോരാഞ്ഞിട്ട് ബഹുമാനത്തെ കുറിച്ചുള്ള ഒരു അവലോകന ക്ലാസ്സും. എന്റെ പൊന്നോ, ഇന്നലെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാനാ എനിക്ക് തോന്നിയത്. അത് ന്യായം. അല്ലെങ്കിൽ ഇവക്ക് പണ്ട് മുതലേ മറ്റുള്ളവരോടൊരു ബഹുമാനമില്ല. എന്റെ പൊന്നോ, വെറുതെ പറഞ്ഞതാ, നോക്കി പേടിപ്പിക്കണ്ട. അല്ല, പ്രൊഫസറിനെ ഇത്ര നേരമായിട്ട് ഇവിടെ കാണാനില്ലല്ലോ. ഇനി അപ്പോയിന്റ്മെന്റ് എടുത്താൽ മാത്രമേ കാണാൻ പറ്റൂന്ന് വല്ലതും ഉണ്ടോ? അല്ല, ഇനി അപ്പോയിന്റ്മെന്റ് ഒന്നുമില്ലാതെ നേരെ ചെന്ന് കയറി കൊടുത്താൽ ഇനി നമ്മുടെ കുത്തിനും പിടിക്കൂ? എന്താ ഒരു തൊര. എന്തായാലും ഞങ്ങൾക്കുള്ളതൊക്കെ ഞങ്ങൾ ആവശ്യത്തിലധികം വാങ്ങുന്നുണ്ട്. ഇനി നീ ആയിട്ട് കുറയ്ക്കണ്ട. അതുകൊണ്ട് ദാ വരുന്നതാ. മോൻ നേരിട്ട് എന്ന് ചോദിച്ചു, അപ്പോയിന്റ്മെന്റ് എടുക്കണോ അതോ വേറെ വല്ലതും എടുക്കണോന്ന്. എന്തുവാടി ഇത്? ഞാനൊക്കെ 2 വർഷമായിട്ട് അങ്ങോട്ട് പോയി മിണ്ടിയ പോലും മിണ്ടാത്തങ്ങളാണ് ഇയാളെ കണ്ട് വെള്ളം ഇറക്കിക്കൊണ്ട് നിൽക്കുന്നേ. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? ഇയാളെ കണ്ടാ പറയത്തില്ല ഇത്ര ചൂടനാന്ന്. നീ പറഞ്ഞത് വിശ്വസിക്കാവില്ലോ അല്ലേ? വേണമെങ്കിൽ നീയൊക്കെ വിശ്വസിച്ചാ മതി. അത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നീയൊന്നും എന്നെ വിശ്വസിക്കണ്ട. ഞാൻ ക്ലാസ്സിൽ പോവാ. പോവാതെ? ബെസ്റ്റ്. അല്ല, ഇവളെങ്ങോട്ടാ ഈ ക്ലാസ്സിലൊക്കെ കയറി തുടങ്ങി? അമ്പോ, ഇനി എന്തൊക്കെ കാണണം. നീ ഇവിടെ ഇല്ലാത്തോണ്ടാ ഈ 2 വീക്സ് ആയിട്ട് ഞങ്ങൾ ഡെയിലി ക്ലാസ്സിൽ കയറുന്നുണ്ട്. നിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതും പൂർത്തിയായി. വാടാ മോനെ. ഓ, നാശം. വരണ്ടായിരുന്നു കോപ്പ്. വരുക. അത് ശരി. അപ്പം ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടല്ലേ?
അപ്പൊ വെറുതെ അല്ല ഇവള് എല്ലാ സീനിലും വന്ന് പോകുന്നത്. എവിടം വരെ പോകുന്നു നോക്കാം. Hey Rosie, I must succeed. You're the cool, don't care policy.